വാതിലൊക്കെ പൊട്ടിച്ച് കണ്ട ഇതൊക്കെ ഇതെല്ലാം അലമാരിക്കകം മൊത്തം. ഇനി ഞാനിത് എങ്ങനെ ഞാൻ ഒതുക്കിയെടുക്കും തമ്പുരാനെ. ഇതേ കണ്ടോ, ഇത് കണ്ടോ, ഈ ദേവന്മാരെടുത്തോണ്ട് വന്നേ, എടുത്തോണ്ട് റേറ്റ് കണ്ടുകൊണ്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചത് ഇതായിരുന്നു, അവന്മാരെടുത്തോണ്ട് വന്നതാണ്. എൻ്റെ മൊബൈൽ, പഴയ മൊബൈൽ പോയി എടുത്തുകൊണ്ട് വന്നു, എൻ്റെ ഹാൻഡ് ബാഗ് എന്നൊന്നും പറയണ്ട. എൻ്റെ ഇടയിലെല്ലാം തള്ളിയിട്ടിരിക്കുക കണ്ടോ. എൻ്റെ അലമാരിക്കകത്തുനിന്ന് മൊത്തം തള്ളിയിട്ടതേ. ഇത് കണ്ടോ, ഇത് കണ്ടോ. എന്താ മേശയ്ക്കാവോ കണ്ടോ, എല്ലാം പേഴ്സുകൾ, അത് ഇതെല്ലാം. പിന്നെ ഇതിനകം ഇതുണ്ടോ, ഹസ്ബൻഡിൻ്റെ മേശയ്ക്ക് അവിടെ അതെല്ലാം, ഇതെല്ലാം ഇതേണ്ടോ, ഈ വാതിലൊക്കെ പൊട്ടിച്ചു. ഇത് നഗരൂർ പോലീസ് സ്റ്റേഷനിലെ IPS ട്രെയിനി പഞ്ചാബിലുള്ളതാണ്. അടുത്ത മാസം പോവും ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട്. പക്ഷെ നല്ല പെരുമാറ്റം, നമ്മുടെ നല്ല സഹകരണമായിരുന്നു. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞ് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത്. ബാക്കി 10-15 പോലീസുകാരും ഇനി വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന്. പിന്നെ പുറത്തൊരു പോലീസുകാരൻ കൊതുകടി കൊണ്ട് പാവം, ആ പോലീസുകാരൻ പുറത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ഫിംഗർ പ്രിൻറ്റുകാരെ കൊണ്ടുവന്ന് 10:30 മണിക്കാണ് അവർ പോയത്. ഒരു ലേഡിയും ഉണ്ടായിരുന്നു, വേറെ 2 പുരുഷന്മാരുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പാത്രത്തിലും പിടിച്ച്, പിന്നെ വാതിലിൻ്റെ പിടിയിലൊക്കെ പിടിച്ചായിരുന്നു. 2 മൊബൈൽ അവരെടുത്ത് മാറ്റി വെച്ചിരുന്നു കള്ളന്മാർ, ചീത്തയായത്. അതിലൊക്കെ ഞങ്ങൾ പിടിച്ച്. പക്ഷേ അതിലൊക്കെയാണ് നല്ലപോലെ അവരുടെ വിരലടയാളം കിട്ടുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ വിരലടയാളം എടുക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടത്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കീമോ എടുത്തുകൊണ്ട് കയ്യിൽ രേഖകളൊന്നും ഇല്ല. അപ്പം ദയവ് ചെയ്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ്, എവിടെ പോയാലും നിങ്ങൾ അലമാരികളൊക്കെ തുറന്നിട്ടേക്കുക. ഉള്ള സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും എടുത്തുകൊണ്ട് പോവുക. പിന്നെ മുറികളിലൊക്കെ ലൈറ്റ് ഇട്ടേക്കുക 2-3 ദിവസത്തേക്ക് വരുന്നില്ലെങ്കിൽ. പിന്നെ ഗേറ്റ് അകത്തുനിന്ന് അയൽവക്കക്കാരെ ആരെങ്കിലും കൊണ്ടങ്ങ് പൂട്ടിക്കുക. അതാണ് ഏറ്റവും വേണ്ടത്. അല്ലാതെ എന്താ പറയുക, നമ്മൾ അലമാരിയൊക്കെ അടച്ചിരുന്ന് എനിക്കെന്തായാലും അലമാരി അടയ്ക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് അവർ അലമാരിയൊന്നും കുത്തിപ്പൊട്ടിക്കേണ്ടി വന്നില്ല. എൻ്റെ ഈ പോയ മാല പോലും ഒരു അലമാരി ഇതിനകത്ത് ഇട്ടേക്കായിരുന്നു ഞാൻ. പിന്നെ 2 ജോഡി കമ്മലും പോയി. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടാണ് സഹിക്കാൻ മേലാഞ്ഞ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, എണ്ണ, ബദാം പരിപ്പ്, പിസ്ത, ഇതാണ് ഇവന്മാർ കൊണ്ടുപോയത്. എന്താണോ എനിക്കറിയത്തില്ല. ഇതൊക്കെ അവർ ഫിംഗർ പ്രിൻറ്റുകാരെടുത്താണ് ഇതൊക്കെ നോക്കിയതാണ് അവർ. ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ് എൻ്റെ അനുഭവം വെച്ചിട്ട്. ഓക്കെ.